മറുനാടൻ ചോദിച്ച വളരെ പ്രസക്തമായ ചോദ്യമുണ്ട്. എന്തുകൊണ്ട് വോട്ടർ ID ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യുന്നില്ല? അങ്ങനെയുണ്ടെങ്കിൽ ഒരു നമ്പർ വീണ്ടും ആവർത്തിക്കപ്പെടുന്നതോടുകൂടെ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ പരിഹരിക്കപ്പെടും. മറുനാടൻ സക്രിയ ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട വളരെ പ്രസക്തമായ 3 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ഇതെന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയേണ്ടത് തന്നെയാണ് എന്ന് ഇന്ത്യയിലെ ഓരോ വ്യക്തികൾക്കും ഇപ്പോൾ ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇതിന് മറുപടി പറയാതിരിക്കുന്നു എന്ന കാര്യം വ്യക്തമല്ല. മറുനാടൻ പറയുന്നത് നമുക്ക് കേൾക്കാം. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഒരു പരാതിയും കൊടുക്കാത്തത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടെ ആവശ്യപ്പെടുന്നുണ്ടല്ലോ എന്നാണ് പലരും ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് എന്ത് പ്രസക്തി എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ആര് ചോദ്യം ചെയ്താലും പരാതിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ സ്വമേധയാ കേസെടുക്കാനും അന്വേഷിക്കാനുള്ള ബാധ്യതയിൽ നിന്ന് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിഞ്ഞു മാറുന്നു എന്നതാണ് പ്രസക്തമായ ചോദ്യം. രാജ്യത്തെ ജനാധിപത്യത്തിന്റെ ജീവശ്വാസമാണ് ഫ്രീ ഇലക്ഷൻ. ആ ഇലക്ഷൻ അട്ടിമറിക്കപ്പെടുന്ന ആരോപണം പോലും മുളയിലെ നുള്ളിക്കളയേണ്ടതാണ്. വോട്ടിംഗ് മെഷീനെതിരെയായിരുന്നു ഇതുവരെ രാഹുൽ ഗാന്ധിയും കൂട്ടരും ആരോപണം ഉന്നയിച്ചിരുന്നതെങ്കിൽ അതവർ അവസാനിപ്പിച്ചതിൽ സന്തോഷമുണ്ട്. പക്ഷെ അത് അവസാനിപ്പിച്ച എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴും ഈ വോട്ടർ പട്ടികയിൽ കാണുന്ന ഗുരുതരമായ ക്രമക്കേടുകൾ ഇത് എങ്ങനെയാണ് നമ്മുടെ വോട്ടിംഗ് മെഷീനെ ബാധിക്കുന്നത് എന്നിവിടുത്തെ ഒരുപാട് സംശയങ്ങൾ ഉണ്ട് എന്ന് മറുനാടൻ സക്രിയ ഒന്നുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ 21 ആളുകൾ ഒരേ അഡ്രസ്സിൽ അല്ലെങ്കിൽ ഒരേ ഒരു ചിത്രത്തിൽ കോപ്പിയായി നമ്മുടെ പട്ടികയിൽ വരുന്നുവെങ്കിൽ ഇതൊക്കെ വോട്ടായി മാറ്റിയെടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ മെഷീനുകളിൽ ഉണ്ടോ എന്ന സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, കാരണം ഒരു ബൂത്തിൽ 20 ആളും 30 ആളും ഒരേ പേരിൽ വന്ന് വോട്ട് ചെയ്യുകയില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഓരോ വോട്ടറും വോട്ട് ചെയ്യുന്ന സമയത്ത് അവരെ മാർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ ശരീരത്തിലും അതിനെ അടയാളം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് 20ഉം 30ഉം വോട്ടൊന്നും ഒരു ദിവസം ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. പക്ഷെ ഇതെല്ലാം ഈ കോപ്പി ചെയ്യപ്പെട്ടതെല്ലാം വോട്ടുകളായി മാറുന്നുണ്ടോ എന്ന പ്രസക്തമായ ചോദ്യമുണ്ട്. കാരണം ഇവിടെ നിലവിൽ ചെയ്ത ആളുകളുടെ വോട്ടുകൾ മറ്റൊന്നായി രൂപപ്പെടുകയാണെങ്കിൽ അതൊരു പക്ഷേ പരിശോധനയിലോ മറ്റോ പ്രശ്നമാകാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണം, ഞാൻ ഒരു വോട്ട് ചെയ്ത് പോരുകയാണ്, എന്നാൽ എന്റെ വോട്ട് ഞാൻ ചെയ്തതല്ലാത്ത ഒരു ചിഹ്നത്തിലേക്കാണ് പോയത് എങ്കിൽ എനിക്കത് ബോധ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം VVPAT പരിശോധിക്കാനുള്ള സാഹചര്യമുണ്ട്. അതിനുവേണ്ടിയൊക്കെ ഒച്ചപ്പാടുകൾ ഉണ്ടാകുമ്പോൾ ഒരു നിമിഷത്തിൽ അത് പരിശോധിക്കാനുള്ള സാധ്യത വന്നു കഴിഞ്ഞാൽ അത് തെറ്റുണ്ടായാൽ ഈ വോട്ടിംഗ് മെഷീന്റെ എല്ലാ സാധ്യതകളും അസ്തമിച്ചു പോകും. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന വോട്ടുകളെല്ലാം കൃത്യമായി വീഴുന്നുണ്ടെങ്കിലും കോപ്പി ചെയ്യപ്പെട്ട വോട്ടുകൾ, അതായത് പട്ടികയിലുള്ള കോപ്പിയായി കിടക്കുന്ന വോട്ടുകൾ അത് വോട്ടായി മാറുന്നുണ്ടോ എന്നതാണ് ഇവിടെ ബലമായ സംശയം. അതല്ലാതെ ഈ പട്ടികയിലുള്ള ഓരോ ആളുകളും വോട്ട് ചെയ്തിട്ടുണ്ട് എന്നൊന്നും ഇവിടെ ആർക്കും വാദമില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ വന്ന സ്ഥിതിക്ക് അതൊക്കെ വോട്ടായി മാറുന്നുണ്ടോ എന്ന് സാധാരണ ഇന്ത്യയിൽ ഓരോ പൗരന്മാർക്കും സംശയം വരാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. കാരണം ഈ കോപ്പി ചെയ്യപ്പെട്ട വോട്ടുകളൊന്നും പിന്നെ പരിശോധിക്കപ്പെടുന്നില്ല. ഞാനൊരു വ്യക്തി എന്ന നിലയിൽ എന്റെ വോട്ട് പരിശോധിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇല്ലാത്ത ആളുകളുടെ വോട്ട് ആരും പരിശോധിക്കുകയില്ലല്ലോ. ആ വോട്ടുകൾ എങ്ങോട്ടുമാക്കാനുള്ള സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നത് ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യവും സംശയവുമായി തന്നെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് മെഷീനെ കുറിച്ചുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ആളുകൾക്ക് മുന്നിൽ ഇപ്പോഴും ആ സംശയങ്ങൾ നിലനിൽക്കുന്നു. അതിന് കാരണം ഓരോ ഘട്ടങ്ങളിലും വരുന്ന സംശയങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ മറുപടി നൽകി ആളുകളുടെ മനസ്സിലുള്ള ഈ സംശയങ്ങളെല്ലാം തീർക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് സുതാര്യമാക്കണം, തെരഞ്ഞെടുപ്പ് പട്ടികയിലെ ഇരട്ട വോട്ടുകൾ ഇല്ലാതാക്കണം എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും എന്തുകൊണ്ടാണ് സമഗ്ര വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കാരത്തിനെതിരെ നിലപാടെടുക്കുന്നത് എന്ന പ്രസക്തമായ ചോദ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് 3 ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ വോട്ടർ പരിഷ്കരണത്തിന് എതിർക്കുന്നത് എന്നാണ്. വോട്ടർ പരിഷ്കരണം ഇവിടെ ആരും എതിർക്കുന്നില്ല. പട്ടിക പരിഷ്കരിക്കുന്നതിനെ അല്ല ഇവിടെ എതിർക്കുന്നത്. നേരെ മറിച്ച് അതിന് ആവശ്യമായ ഉചിതമായ സമയങ്ങളല്ല. ഇവിടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിലാണ് ഇവിടെ ഈ ഒരു തീവ്ര പരിഷ്കരണം നടക്കുന്നത് എന്നത് വലിയ പ്രശ്നമാണ്. കാരണം ഇവിടെ എല്ലാവരും മറുനാടനെ പോലെ വിദ്യാഭ്യാസമുള്ളവരല്ല. ഈ കാര്യങ്ങളും ഈ രേഖകളും ഒക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും കൃത്യമായി അറിയാത്ത ആയിരക്കണക്കിന് ആളുകൾ
നമ്മുടെ ഇന്ത്യയിലുണ്ട്. അവർക്കൊക്കെ സഹായം നൽകാൻ, ഈ പട്ടികകളെല്ലാം കൃത്യമായി പൂരിപ്പിക്കാൻ അവരെ സഹായിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ്. പക്ഷേ അവർക്ക് ഇതിന് സാധ്യമാകാത്ത ഒരു സമയത്താണ് ഈ പരിഷ്കരണം വരുന്നത് എന്നതാണ് ഇവിടെ ഉന്നയിച്ച പ്രശ്നം. തമിഴ്നാടും അത് തന്നെയാണല്ലോ കോടതിയിൽ പോകാനുള്ള കാരണം. അതിന് ദീർഘമായ ഒരു സമയം വേണം. നിലവിലുള്ള പട്ടിക പരിശോധിച്ച് മരണപ്പെട്ടു പോയ ആളുകളെ ഒഴിവാക്കാനുള്ള സാഹചര്യങ്ങൾ വളരെ എളുപ്പമാണ്. അതുപോലെ കോപ്പി ചെയ്യപ്പെട്ട വോട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യുക, ഇത് വളരെ സിമ്പിളായ കാര്യമാണ്. എന്നാൽ ഇവിടെ നിലവിൽ ഇത് പൗരത്വം തെളിയിക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു നീക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ വോട്ട് ചെയ്തു വന്ന ആളുകൾ അവരെങ്ങനെയാണ് വോട്ട് ലിസ്റ്റിൽ നിന്ന് പുറത്തായി പോകുന്ന സാഹചര്യം ഇവിടെയുണ്ട്. വോട്ട് സമഗ്രവും സുതാര്യതയോടുകൂടിയും ആവുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി നടത്തുന്ന ഒരു പരിഷ്കരണത്തെയും ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതൊരു പൗരനും എതിർക്കുന്നില്ല എന്ന കാര്യം മറുനാടൻ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങൾ 45 ദിവസത്തിനുള്ളിൽ നശിപ്പിക്കും എന്ന് ശാഠ്യം പിടിക്കുന്നത്? എന്തുകൊണ്ടാണ് ആ ദൃശ്യങ്ങൾ പുറത്തുവിടാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജാഗ്രത പുലർത്തുന്നത്? ഒരാൾ വോട്ട് ചെയ്യുന്നതിന് ദൃശ്യങ്ങളല്ല, വോട്ട് ചെയ്യാൻ വരുന്നതിന് ദൃശ്യങ്ങളാണ് പകർത്തുന്നത്. ഒരു വ്യക്തിയുടെ സ്വകാര്യതയെ സംരക്ഷിക്കാൻ ഈ ദൃശ്യങ്ങൾ പരസ്യമാക്കുന്നില്ല എന്ന് കരുതുക. പക്ഷെ ആരോപണം ഉണ്ടാവുമ്പോൾ പരിശോധിക്കുന്നതിന് വേണ്ടി എന്തുകൊണ്ട് അത് നീക്കിവെക്കുന്നില്ല? ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉയർത്തിയിരിക്കുന്ന ഒരാൾ തന്നെ 22 പോയി വോട്ട് ചെയ്തു എന്ന ആരോപണം തെളിയിക്കാൻ ഏറ്റവും നല്ല മാർഗം CCTV ദൃശ്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇത്രയും പ്രാവശ്യം ആളുകൾ ഈ ഒരു വ്യക്തി പോയി വോട്ട് ചെയ്തു എന്ന് രാഹുൽ ഗാന്ധി ഉന്നയിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷെ ഇത്രയും കോപ്പികളുണ്ട്, ഇതെല്ലാം വോട്ടായി മാറിയിട്ടുണ്ടോ എന്നതാണ്. അത് വ്യക്തി വന്ന് വോട്ട് ചെയ്തുകൊണ്ടാകാം, അതല്ലാത്ത മറ്റെന്തെങ്കിലും രീതിയിൽ ഇതൊക്കെ വോട്ടായി മാറുന്നുണ്ടോ എന്നതൊക്കെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചതിന്റെ ഭാഗമാണ്. അപ്പൊ CCTV എന്നതിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല. ഇപ്പോ CCTVയിൽ ഒരാൾ ഒരു പ്രാവശ്യം മാത്രമേ വരുന്നുള്ളൂ എന്ന് സങ്കല്പിക്കുക. എന്നാൽ പോലും ഇവിടെ വീണ്ടും ഈ കോപ്പി ചെയ്യപ്പെട്ട വോട്ടുകളെല്ലാം, അതായത് 21 പ്രാവശ്യം കോപ്പി ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്രാവശ്യമേ ആള് ചെയ്തിട്ടുള്ളെങ്കിൽ ബാക്കി 20 ഈ ലിസ്റ്റിലുള്ളതും കമ്പ്യൂട്ടറിൽ, അതായത് നമ്മുടെ മെഷീനിൽ വോട്ടായി മാറിയിട്ടുണ്ടോ എന്നുകൂടെ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഇത് കൃത്യമാവുകയുള്ളൂ. ഏതെങ്കിലും പരാതി ഉണ്ടെങ്കിൽ 45 ദിവസത്തിനകം പരാതി പറയണം, അല്ലെങ്കിൽ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചു കളയും എന്ന് പറയുന്നത് ദഹിക്കുന്ന ന്യായീകരണമല്ല. എന്തുകൊണ്ടാണ് ഇരട്ട വോട്ടുകൾ തടയുന്ന സോഫ്റ്റ്വെയർ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായി ഉപയോഗിക്കാത്തത് എന്ന ചോദ്യമാണ്. 2023 വരെ അത് ഉപയോഗിച്ചിരുന്നെന്നും കഴിഞ്ഞ 2 വർഷമായി ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നില്ല എന്നുമാണ് റിപ്പോർട്ടുകൾ. യഥാർത്ഥത്തിൽ സോഫ്റ്റ്വെയർ ഇല്ലാത്തത് കൊണ്ടല്ല, അത് എന്തോ കാരണത്തിന് വേണ്ടി ഉപയോഗിക്കാതെ പോകുന്നു എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കൊള്ളയുണ്ടോ ചോരിയുണ്ടോ എന്ന കാര്യം പ്രസക്തമായി ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത്. മാത്രമല്ല നമ്മുടെയൊക്കെ മൊബൈൽ ആപ്ലിക്കേഷനുകളിൽ വളരെ സിമ്പിളായി ധാരാളം, അതായത് ഒരേപോലുള്ള ഫോട്ടോകളും ചിത്രങ്ങളും ഒക്കെ കണ്ടുപിടിക്കാൻ ധാരാളം സോഫ്റ്റ്വെയറുകളുണ്ട്. അത് വലിയ മുതൽ മുടക്കുള്ള സോഫ്റ്റ്വെയറുകൾ മാത്രമല്ല, സിമ്പിളായ ആർക്കും നിർമ്മിക്കാവുന്ന AI സംവിധാനങ്ങളുള്ള ധാരാളം സോഫ്റ്റ്വെയറുകളുണ്ട്. പക്ഷെ ആ സോഫ്റ്റ്വെയറുകൾ മുമ്പ് ഉപയോഗിക്കുകയും ഇപ്പോൾ ഒഴിവാക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെയാണ് സംശയത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് എല്ലാവർക്കും തന്നെ ആധാർ കാർഡുകൾ ഉണ്ടെന്ന് വ്യക്തമാണ്. കള്ളവോട്ട് തടയാനുള്ള ഏറ്റവും എളുപ്പ വഴി ആധാറുമായി ബന്ധിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആധാറുമായി ബന്ധിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന് BJPയും കോൺഗ്രസും CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെടാത്തത്? മറുനാടൻ ഉന്നയിച്ചത് ഇവിടെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം ഇതിനപ്പുറം ഈ വിഷയം പരിഹരിക്കാൻ പറ്റിയ മറ്റു മാർഗങ്ങളില്ല. ഈ വ്യാജ ഐഡികൾക്കൊന്നും ആധാർ നമ്പർ ഉണ്ടാവുകയില്ല. ബ്രസീലിയൻ പൗരന്മാർക്കോ ബ്രസീലിയൻ മോഡലുകൾക്കോ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ആധാർ നമ്പർ കിട്ടുകയില്ല. നമ്മുടെ ഇന്ത്യൻ സർക്കാർ എല്ലാ വിഷയങ്ങളിലും ഒരു കച്ചവടം തുടങ്ങുകയാണെങ്കിൽ ഒരാളുടെ ഭൂമിയിൽ, ഒരാളുടെ റേഷൻ കടയിൽ, ഇങ്ങനെ തുടങ്ങി ഓരോ ആളുകളും ചെയ്യുന്ന എല്ലാ മേഖലകളെയും, അവന്റെ വാഹനമാണെങ്കിലും ഇങ്ങനെ തുടങ്ങി എല്ലാ ഭാഗങ്ങളിലും ആധാർ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇതിൽ നിന്നെല്ലാം സർക്കാരിന് ഇൻകം ലഭിക്കുന്നുണ്ട്. അവിടെ ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. അതേ സമയത്ത് വോട്ട് ചെയ്യുന്നിടത്ത് ഒരുപാട് ആളുകളെ മാറ്റിവെക്കണം. ആധാർ ഉള്ളവർക്കെല്ലാം വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടികയിലേക്ക് പേര് ചേർക്കാൻ വേണ്ടി പറഞ്ഞ യാതൊരു മാനദണ്ഡവും ആധാർ കാർഡ് ഒരാൾക്ക് എടുക്കാൻ നിലവിൽ ഇല്ല എന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാ ആളുകൾക്കും ആധാർ ലഭിക്കും. പക്ഷെ അവർക്കൊന്നും വോട്ട് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് വരുമ്പോൾ വോട്ട് ചെയ്യുന്നിടത്ത് കുറെ ആളുകളെ മാറ്റി നിർത്തുകയും അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ സാമ്പത്തിക രംഗത്തും അവന്റെ
അവന്റെ കച്ചവടങ്ങളിലും അവന്റെ വാഹനങ്ങളിലും അവന്റെ ബാങ്ക് ഇടപാടുകളിലും അവന്റെ ഫോൺ നമ്പറുകളിലും ഇങ്ങനെ തുടങ്ങി എല്ലാ വിഷയങ്ങളും ആധാറുമായി ലിങ്ക് ചെയ്യുമ്പോൾ മറുനാടൻ ചോദിച്ച വളരെ പ്രസക്തമായ ചോദ്യമുണ്ട്. എന്തുകൊണ്ട് വോട്ടർ ID ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യുന്നില്ല? അങ്ങനെയുണ്ടെങ്കിൽ ഒരു നമ്പർ വീണ്ടും ആവർത്തിക്കപ്പെടുന്നതോടുകൂടെ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ പരിഹരിക്കപ്പെടും. ഒരേ പേരിലുള്ള ആളുകളുടെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒരുപക്ഷെ ഒരേ രൂപത്തിൽ വരും, പക്ഷെ ആധാർ കാർഡിലെ നമ്പർ രണ്ടാളുകൾക്ക് ഒന്ന് വരില്ല. അതുകൊണ്ട് ഒരിക്കലും കോപ്പി ചെയ്യപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ഇത് പ്രസക്തമായ ചോദ്യമാണ്. എന്തുകൊണ്ട് ആധാർ നമ്പറുമായി വോട്ടർ ID ലിങ്ക് ചെയ്യപ്പെടുന്നില്ല? അല്ലെങ്കിൽ നമ്മുടെ വോട്ടർ പട്ടികയിലുള്ള പേരുകൾ എന്തുകൊണ്ട് അതുമായി ലിങ്ക് ചെയ്യപ്പെടുന്നില്ല? ഇതോടുകൂടെ പട്ടികയിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. പിന്നെ മെഷീനിൽ പട്ടികയിൽ ഇല്ലാത്ത വല്ലതും വരുന്നുണ്ടോ എന്ന കാര്യം മാത്രമേ നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരികയുള്ളൂ.